നിറയ്ക്കട്ടെ. ആമേൻ. സ്തോത്രം. ഈ പകൽക്കാലം ദൈവവചനത്തിലോട്ട് വീണ്ടും നമ്മളെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഉടമ്പടികൾ എന്നൊരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ കഴിഞ്ഞ ദിവസങ്ങൾ എന്താണ് ഉടമ്പടി എന്ന് നമ്മൾ പഠിക്കാൻ ഇടയായി തീർന്നു. അതുപോലെ തെറ്റായ ആരാധന അല്ലെങ്കിൽ തെറ്റായ ആത്മീയ ബന്ധങ്ങള് എങ്ങനെ നമ്മളുടെ ഈ ഉടമ്പടിയെ തകർക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് അപകടമായിരിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ ബാലാക്കിനെ കുറിച്ചും ബിലയാമിനെ കുറിച്ചും ബാൽ പെയ്യൂറിന്റെ സ്വാധീനത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. എങ്ങനെ പുതിയ നിയമ ഉടമ്പടി ആയ ക്രിസ്തുവിൽ നാം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഫോക്കസ് എവിടെ ആയിരിക്കണം, യേശുവിന്റെ രക്തത്തിൽ നമ്മൾ എങ്ങനെ ആശ്രയിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ ഇടയായിത്തീർന്നു. ഈ പകൽക്കാലം അതിനോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രധാന ആശയത്തിലോട്ട് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ തന്നെ തുടർമാനമായിട്ടൊരു ചിന്ത. അതിനായിട്ട് നമുക്ക് എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുന്നു. എബ്രായർ 5:14. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. സ്തോത്രം. 5:14 ഒന്നുകൂടെ വായിക്കുന്നു. എബ്രായർ 5:14. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടി ഞാൻ വായിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനാ ശബ്ദത്തെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വീണ്ടും അവിടെ ഒരു ആത്മീക വിവേചനം, ഈ രണ്ട് വാക്യങ്ങളും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ഹല്ലേലൂയ ആത്മീയ വിവേചനത്തിന്റെ അല്ലെങ്കിൽ ആത്മീയ വിവേകത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ എന്താണ് അതിന്റെ പ്രത്യേകത, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് സ്തോത്രം ഇവിടെ തഴക്കമുള്ള ഇന്ദ്രിയങ്ങൾ, സ്തോത്രം തഴക്കമുള്ള ഇന്ദ്രിയങ്ങൾ അഭ്യസിച്ചവരായി സ്തോത്രം അങ്ങനെ ഒരു വിശ്വാസി വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഓരോ വിശ്വാസിയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു എന്നാൽ സ്തോത്രം ഓരോ ദിവസവും നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഫിസിക്കലി മാത്രമല്ല സ്പിരിച്വലിയും സ്തോത്രം ഈ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. ഈ ഇന്ദ്രിയങ്ങൾ വളർച്ച പ്രാപിക്കണം. ഈ ഇന്ദ്രിയങ്ങൾ അഭ്യാസം തികഞ്ഞവരായി തീരണം, അതായത് അഭ്യസിച്ച് തികഞ്ഞവരായി തീരണം. എങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിൽ വിവേചനം പ്രാപിച്ച് നിന്നാൽ മാത്രമേ സ്തോത്രം ഫലം പുറപ്പെടുവിക്കുവാനും ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ പദ്ധതിയിലൂടെയുള്ള അനുഗ്രഹങ്ങളിലോട്ട് നടക്കാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്വതയുള്ള വിശ്വാസം, ഒരു മെച്യൂരിറ്റി ഉള്ള വിശ്വാസി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്പിരിച്വൽ മെച്യൂരിറ്റി എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ എബ്രായർക്കെഴുതിയ ലേഖനം പഠിക്കുന്നത്. സ്തോത്രം. അതായത് സ്തോത്രം പക്വത പ്രാപിച്ച ഒരു വിശ്വാസിക്ക് എല്ലാ കാര്യവും ഒരുപോലെ തോന്നത്തില്ല. അതായത് സ്തോത്രം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്തോത്രം ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ ചില ആലോചനകൾ കേൾക്കുമ്പോൾ ഇത് ദൈവത്തിന് തന്നെ ഉള്ളതാണോ സ്തോത്രം, അല്ലെങ്കിൽ തിരുവചനം ഇതിനോട് യോജിക്കുന്നുണ്ടോ, സ്ക്രിപ്ചർ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്, അതും അല്ലെങ്കിൽ ഇത് എന്നെ യേശുവിനോട് അടുപ്പിക്കുന്നുണ്ടോ, അതോ എന്നിൽ ഭയം ഉണ്ടാക്കുകയാണോ, യേശുവിൽ നിന്ന് അകറ്റുകയാണോ, അങ്ങനെയുള്ള ചില ചിന്തകൾ നമ്മൾ വരേണ്ടത് ആവശ്യമുണ്ട്. ഒന്നുകൂടി പറയാം, റിപ്പീറ്റ് ചെയ്ത് പറയുക. ഒരു ദൈവശബ്ദം എന്ന രീതിയിൽ നാം കേൾക്കുന്ന ശബ്ദങ്ങൾ അല്ലെങ്കിൽ നാം കേൾക്കുന്ന ആലോചനകൾ നാം കേൾക്കുമ്പോൾ അത് അതേപടി എടുക്കുകയല്ല ഒരു പക്വതയുള്ള വിശ്വാസം ചെയ്യുന്നത്. മറിച്ച് ആ വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ പുറത്തോട്ട് വരും. 1, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ? 2, ഇത് ദൈവവചനത്തോട് യോജിക്കുന്നതാണോ? 3, ഇത് എന്നെ യേശുവിനോട് അടുപ്പിക്കുന്നുണ്ടോ? 4, സ്തോത്രം ഹല്ലേലൂയ ഇതിനോട് ദൈവവചനം ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. സ്തോത്രം. തിരുവചന അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനെ നിങ്ങൾക്ക് അല്പം കൂടി ഡീപ്പായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് സ്തോത്രം അബ്രഹാമിന്റെയും അല്ലെങ്കിൽ ആദമിന്റെയും ഹവ്വയുടെയും കഥ അല്ലെങ്കിൽ ആ സംഭവം നമ്മളോട് വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. 2-ാം അധ്യായം അതിന്റെ 16-17 വാക്യത്തില് ദൈവമായ കർത്താവ് ഹല്ലേലൂയ അവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഈ തോട്ടത്തിലെ ഏത് വൃക്ഷത്തിന്റെയും
ഫലം നിങ്ങൾക്ക് തിന്നുകൊള്ളാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ദൈവം അവിടെ പറയുന്ന ഒരു ശബ്ദമാണ്, ദൈവത്തിന്റെ ശബ്ദം വ്യക്തമാണ്, തിന്നരുത്, തിന്നരുത്, തിന്നരുത്. സ്തോത്രം. എന്നാൽ അല്പ നിമിഷങ്ങൾക്ക് ശേഷം വേറൊരു ശബ്ദം അവിടെ കടന്നു വരിക, തോട്ടത്തിൽ കടന്നു വരിക. നമുക്കറിയാം പാമ്പിന്റെ ശബ്ദം. പാമ്പ് വന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, പാമ്പിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പാമ്പ് ഹവ്വയോട് ചോദിക്കുകയാണ്, ദൈവം വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? അടുത്ത ശബ്ദം അവിടെ കേൾക്കിയ ഹവ്വ, ദൈവം വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഇന്നും നമ്മൾ കേൾക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ എങ്ങനെയുണ്ട്? വചനത്തിൽ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ടോ? സ്തോത്രം. വചനത്തിൽ എങ്ങനെയാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ നാം തിരിച്ചറിയണം. സ്തോത്രം. ഇവിടെ ഹവ്വയെ സംബന്ധിച്ച് ഒരു ടെംപ്റ്റേഷൻ ആണ്. സ്തോത്രം. ഒരു ടെംപ്റ്റേഷൻ അവിടെ തുടങ്ങുന്നത്. സ്തോത്രം. എങ്ങനെയെന്നറിയാമോ? സ്തോത്രം. ഈ വചനത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ. സ്തോത്രം. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും, പാമ്പ് പറയുക നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഹല്ലേലൂയ. ഈ രണ്ട് ശബ്ദങ്ങൾക്കിടയിൽപ്പെട്ട് ഹവ്വ വല്ലാതെ കുഴങ്ങിപ്പോയി. സ്തോത്രം. ഈ രണ്ട് ശബ്ദങ്ങളെയും വിവേചിക്കാൻ, അല്ലെങ്കിൽ സ്തോത്രം, ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്, ദൈവം എന്നോട് എന്നാ പറഞ്ഞത്, അതിൽ ഞാൻ ആരെ വിശ്വസിക്കും? പാമ്പിനെ വിശ്വസിക്കണോ, ദൈവത്തെ വിശ്വസിക്കണോ? സ്തോത്രം. അങ്ങനെ ഒരു കൺഫ്യൂഷനിലോട്ട് അവളുടെ ഇന്ദ്രിയങ്ങൾ അഭ്യസ്യം പ്രാപിക്കാത്ത ഇന്ദ്രിയമായതുകൊണ്ടാണ് ഹവ്വയുടെ പരാജയപ്പെടുന്നത്. നമ്മുടെ മനസ്സിൽ ന്യായമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഹവ്വ എന്തുകൊണ്ട് അവിടെ പരാജയപ്പെട്ടത്? ദൈവമാണല്ലോ അവരെ അവിടെ ആക്കിയത്. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് അവർ ആ തോട്ടത്തിലായത്. പക്ഷെ എന്തുകൊണ്ട് ഹവ്വ പരാജയപ്പെട്ടത്? ദൈവമക്കളെ, ഞാൻ പറയട്ടെ, സ്തോത്രം, ഹവ്വ പരാജയപ്പെടുന്നതിന്റെ മെയിൻ ആയിട്ടൊരു കാരണം എന്ന് പറയുന്നത് ഈ തഴക്കത്താൽ അഭ്യാസം പ്രാപിച്ച ആ ഇന്ദ്രിയങ്ങൾ, ഹല്ലേലൂയ, അതിനെ പുറത്തെടുക്കുവാൻ ഹവ്വ പരാജയപ്പെട്ടു. എങ്ങനെയെന്ന് വിശദീകരിച്ച് പറയാം. 33:6 അവിടെ പറയുന്നുണ്ട്, അവൾ കണ്ടു എങ്ങനെ ഈ വൃക്ഷം ഭക്ഷിപ്പാൻ നല്ലതും, സ്തോത്രം, ജ്ഞാനം പ്രാപിപ്പാൻ അഭിലഷണീയം അല്ലെങ്കിൽ കാമ്യവും എന്ന് അവളുടെ കണ്ണ് കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യം ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ശബ്ദം വന്നു. സ്തോത്രം. അവൾ കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ചില ശബ്ദങ്ങൾ അവൾ കേട്ടു. പിന്നീട് അവളെ ചിന്തയിലോട്ട് മാറി. സ്തോത്രം. പിന്നീട് അവളുടെ കാഴ്ചയിലോട്ട് മാറി. സ്തോത്രം. പിന്നീട് അവളിൽ അവളറിയാത്തൊരു ആഗ്രഹം ഉണ്ടാക്കി. സ്തോത്രം. അവൾ കാണുകയാ. സ്തോത്രം. ഇത് കണ്ടിട്ട് കുഴപ്പമില്ലല്ലോ, കാഴ്ചക്ക് കുഴപ്പമില്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. സ്തോത്രം. അപ്പോൾ തന്നെ അവളുടെ മനസ്സ് വീണ്ടും ചിന്ത വരിക, സ്തോത്രം, ഇത് ജ്ഞാനം പ്രാപിപ്പാൻ അല്ലെങ്കിൽ അറിവ് പ്രാപിക്കാൻ ഇത് ഏറ്റവും നല്ലതാണെന്ന് എന്ന് അവളുടെ മനസ്സിൽ തോന്നൽ വരിക. സ്തോത്രം. ഹല്ലേലൂയ. ശബ്ദം പിന്നീട് എന്താ പറ്റിയ ആ ഒരു ചിന്ത, അത് പിന്നീട് കാഴ്ചയായിട്ട് മാറുന്നു, പിന്നീട് അത് ആഗ്രഹമായിട്ട് മാറുന്നു, പിന്നീട് അത് പറിക്കാൻ തക്കമുള്ള ഒരു പ്രവൃത്തിയിലോട്ട് അവിടെ ലീഡ് ചെയ്യുകയാണ്. സ്തോത്രം. നോക്കിക്കേ, ആ ടെംപ്റ്റേഷൻ അത് ഡിസയർ ആയിട്ട് മാറി. അതിനുശേഷം അത് ദൈവ ശബ്ദത്തെ അവഗണിക്കുന്ന ഒരു ഡിസൊബീഡിയൻസ് ആയിട്ട് മാറാൻ അധിക നിമിഷം വേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് ഇവിടെയാണ് നാം പറഞ്ഞ ആ വിഷയത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഡിസേൺമെന്റ് വേണ്ടത് ഇവിടെയാണ്. സ്തോത്രം. ഒരു പ്രധാനപ്പെട്ട ലെസൺ നമ്മൾ പഠിക്കുന്ന ഇവിടെയാണ്. സ്തോത്രം. ദൈവവചന ശബ്ദത്തെക്കാൾ അല്ലെങ്കിൽ മറ്റൊരു ശബ്ദത്തിന് നാം ഒരിക്കലും പ്രാധാന്യം നൽകരുത്. സ്തോത്രം. അതുകൊണ്ട് ഹവ്വയ്ക്ക് വചനം അറിയായിരുന്നു. സ്തോത്രം. ദൈവശബ്ദം അവൾ കേട്ടതാ, തിന്നരുത്. പക്ഷേ അതിനെ വിവേചിക്കുവാൻ മറ്റൊരു ശബ്ദം അതിനിടയ്ക്ക് വന്നപ്പോൾ അതിനെ വിവേചിച്ച് എടുക്കേണ്ടതിനെ എടുക്കുവാൻ, കളയേണ്ടതിനെ കളയുവാൻ ഹവ്വയ്ക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. സ്തോത്രം. ദൈവമക്കൾ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാട് ഒരുപാട് ശബ്ദങ്ങൾ നാം കേൾക്കുന്നുണ്ട്. സ്തോത്രം. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിലൂടെ മിന്നി പറഞ്ഞ് അല്ലെങ്കിൽ കേട്ട് മറിഞ്ഞു പോകുന്ന ശബ്ദങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ കയറി വരുന്ന നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മോട് സംസാരിക്കുന്ന പല വികാരങ്ങളുടെ ശബ്ദങ്ങളുണ്ട്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുടെ ശബ്ദങ്ങളുണ്ട്. അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സ്പിരിച്വൽ ക്ലെയിംസ് നമുക്ക് ചുറ്റുമുണ്ട്. സ്തോത്രം. നമ്മളായിരിക്കുന്ന ദേശത്തിന്റെ സംസ്കാരങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ഈ ലോകത്തിന്റെ ചിന്തകളുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം മധ്യത്തിൽ ഒരു വിശ്വാസിയുടെ ചോദ്യം അല്ലെങ്കിൽ വിശ്വാസി ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? സ്തോത്രം. 1 യോഹന്നാൻ 4:1 പറയുന്നത് പോലെ, സ്തോത്രം, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് പരീക്ഷിപ്പിൻ. ഹല്ലേലൂയ. എന്ന് പരീക്ഷിപ്പിൻ. ആത്മാക്കൾ, ഞാൻ കേൾക്കുന്ന ദൈവശബ്ദങ്ങൾ അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഉരുവാകുന്ന ചിന്തകൾ, ഇത് ദൈവത്തിൽ നിന്നുള്ളത് തന്നെയാണോ എന്ന് നാം പരീക്ഷിക്കണം. സ്തോത്രം. അപ്പോൾ എന്താണ് ഇവിടെ വേണ്ടത്? വിവേചനം മാത്രം പോരാ. സ്തോത്രം. പരീക്ഷിച്ച് തിരിച്ചറിയണം. ഒരു സെപ്പറേഷൻ അവിടെ ആവശ്യമാണ്. സ്തോത്രം. അടുത്തൊരു പ്രധാന പോയിന്റിലോട്ട് ഞാൻ ഇവിടെ വരിക. സ്തോത്രം. വിവേചിച്ചറിയണം, കാര്യങ്ങളെ വിവേചിച്ചറിയണം. അപ്പോൾ തന്നെ അടുത്തൊരു പ്രധാന കാര്യം, ഹല്ലേലൂയ, അവിടെ നിന്നൊരു സെപ്പറേഷൻ ആവശ്യമാണ്. വിവേചനം മാത്രം പോരാ, സെപ്പറേഷൻ വേണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:11 ഇങ്ങനെയാ പറയുന്നത്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ
പങ്കാളികളാകാതെ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ എന്ത് ചെയ്യരുത്? പങ്കാളികളാകരുത്. എന്ത് ചെയ്യണം? പങ്കാളികളാകാതെ, സ്തോത്രം, അതിൽ നിന്ന് അതിനെ തിരിച്ചറിയാം. അപ്പം ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളെ ആണെന്ന് ചില പ്രവർത്തികളെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് അതിൽ പങ്കാളികളാകാൻ കഴിയാതിരിക്കത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പലരും തിരിച്ചറിയുന്നില്ല. സ്തോത്രം. പലതും ലൈറ്റിന്റെ വെളിച്ചത്തിന്റെ പ്രവർത്തികളായിട്ട് അങ്ങ് കോംപ്രമൈസ് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഇരുട്ടിന്റെ പ്രവർത്തികളെ നാം തിരിച്ചറിയുക. അതിന് തക്കവണ്ണം നമ്മുടെ ആത്മീയ കണ്ണുകൾ അധികം തുറക്കട്ടെ. അപ്പോൾ തന്നെ അതിൽ നിന്ന് വേർപെടുവാനുള്ള വലിയൊരു മാനസാന്തര പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരട്ടെ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, സെപ്പറേഷൻ എന്ന് ഞാൻ പറയുമ്പോൾ സിറ്റുവേഷനെ, ആളുകളെ വെറുക്കുക എന്നുള്ളതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പക്ഷെ ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നാം പങ്കാളികളാകാതിരിക്കുക. തെറ്റായ ആരാധന നാം പങ്കാളികളാകരുത്. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഒരു ജനറേഷൻ നമുക്ക് മുന്നിലുണ്ട്. സ്തോത്രം. ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കോംപ്രമൈസിൽ നമ്മൾ ഏർപ്പെടരുത്. ഇരുട്ടിനോട് ഇല്ല ഇല്ല എന്ന് തന്നെ നാം പറയാനുള്ള ആർജവും നമുക്കുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം വിവേചനം, രണ്ടാമത്തെ കാര്യം സെപ്പറേഷൻ. സ്തോത്രം. അടുത്തതെന്ന് പറയുമ്പോൾ ഈ സെപ്പറേഷൻ ആയി കഴിഞ്ഞാൽ, സ്തോത്രം, അല്ലെങ്കിൽ വേർപാട് പ്രാപിച്ചു കഴിഞ്ഞാൽ വേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കോൺസിക്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴമേറിയ സമർപ്പണം. സമർപ്പണത്തിലും ഈ തീരുമാനത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ, സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടുകയുള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം 12:1 നമ്മൾ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. യാഗമായി സമർപ്പിപ്പിൻ. നമ്മുടെ ശരീരത്തെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ യാഗമായിട്ട് ദൈവസനെ സമർപ്പിക്കേണ്ടത്. പഴയ നിയമത്തിൽ പലതരത്തിലുള്ള യാഗങ്ങൾ ദൈവം പ്രസാദിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ദൈവം പ്രസാദിക്കുന്ന ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെയാണ്. ശത്രു ഏറ്റവും അധികം പോരാടുന്നത് നമ്മുടെ ശരീരത്തോടാണ്. സ്തോത്രം. എന്നാൽ ഈ ശരീരത്തെ, ഈ ഇന്ദ്രിയങ്ങളെ, സ്തോത്രം, ദൈവസന യാഗമായി സമർപ്പിക്കുമ്പോൾ മാത്രമേ അത് തഴക്കമുള്ളതായിട്ട് മാറത്തുള്ളൂ, അഭ്യാസം പ്രാപിച്ചതായിട്ട് മാറത്തുള്ളൂ. സെപ്പറേഷൻ, ഞാൻ ഇത് ഉപേക്ഷിക്കുന്ന കർത്താവ് എന്ന് പറയാൻ എളുപ്പമാ. സ്തോത്രം. പക്ഷെ കോൺസിക്രേഷൻ കൂടാതെ സെപ്പറേഷൻ പൂർണ്ണമാകുന്നില്ല ദൈവമക്കളെ. സ്തോത്രം. ചോദിക്കണം, കോൺസിക്രേഷൻ എന്ന് പറഞ്ഞ പാർട്ട്, അതായത് ഞാൻ ഇത് ചെയ്തുകൊണ്ട് എനിക്ക് എന്താ ഗുണം? സ്തോത്രം. അല്ലെങ്കിൽ എന്റെ കർത്താവിന് എന്താ ഗുണം? സ്തോത്രം. ഇനി ഞാൻ ആരുടേതാണ്? ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ യഥാർത്ഥ സമർപ്പണം നമ്മളിൽ നിന്ന് ഒഴുകാനിടയായി തീരും. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ നാം പഠിച്ചതുപോലെ എന്റെ ഹൃദയം യേശുവിന് മാത്രമാ, എന്റെ ചിന്തകൾ യേശുവിന് മാത്രമാ, എന്റെ ശരീരം യേശുവിന് മാത്രമാ, എന്റെ ബന്ധങ്ങളും യേശുവിന്റെ നിയന്ത്രണത്തിലാണ്. യേശുവിന്റെ നിയന്ത്രണമില്ലാത്ത ഒരു ബന്ധങ്ങളിൽ ഞാൻ അകപ്പെടുത്തില്ല. അപ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ യാഗം അല്ലെങ്കിൽ എന്റെ ആരാധന എന്റെ യേശുവിന് മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമ്മൾ ഓർത്തിരിക്കുക. ഒന്നാമത്തെ കാര്യം സെപ്പറേഷൻ, രണ്ടാമത്തെ കാര്യം കോൺസെക്രേഷൻ. സ്തോത്രം. യേശുവിനോട് ചേർന്ന് നിൽക്കുക. ഇരുട്ടിൽ നിന്ന് പുറത്തു വന്ന, അല്ലെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ശൂന്യമായ അവസ്ഥയിൽ നിൽക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇമ്മാനുവേലായ യേശു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോഴും ഒരു ദൈവ പൈതലിന് ചുറ്റുമുണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ, സ്തോത്രം, നമ്മുടെ സ്പിരിച്വൽ സെൻസസിനെ വളർത്തിയെടുക്കുക. സ്തോത്രം. ഞാൻ എന്റെ പോയിന്റ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് വരിക. നാം വായിച്ച വാക്യത്തോളം തിരിച്ചു വരാം. എബ്രായർ 5:14, നന്മയും തിന്മയും തിരിച്ചറിയുവാൻ ഇന്ദ്രിയങ്ങൾ അഭ്യസിപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെയാ ഈ ഇന്ദ്രിയങ്ങൾ അഭ്യസിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, വചനം വായിക്കുക, ദൈവവചനം വായിക്കുക. സ്തോത്രം. വായിച്ചാൽ മാത്രം പോരാ, ആ വചനത്തെ അനുസരിക്കുക. ഹല്ലേലൂയ. എങ്ങനെ അനുസരിക്കാൻ സാധിക്കും? പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിലും പോയിരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. തെറ്റായ കാര്യങ്ങളിൽ, സ്തോത്രം, ശക്തമായ രീതിയിൽ പിശാച് നമ്മളോട് ഇടപെടുമ്പോൾ, സ്തോത്രം, അതിൽ നിന്ന് വേർപ്പെടാനുള്ള ഒരു ആഗ്രഹവും മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. ക്രിസ്തുവിന് വേണ്ടി ആഴമായി നമ്മെ സമർപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ക്രമേണ ഈ തിരിച്ചറിവ്, ഈ വിവേചനം നമ്മളിൽ ആക്ടിവേറ്റ് ആക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങും. ഇത് ശരിയല്ല. സ്തോത്രം. ഇതെന്റെ ആത്മീയ ജീവിതത്തിന് നല്ലതല്ല. ഇതെന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതാ. പുറമെ എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ കേൾക്കാൻ സാധിക്കും. സ്തോത്രം. ഇത് ശരിയല്ല. ഇതെന്നെ കർത്താവിനോട് അടുപ്പിക്കുന്നതല്ല. സ്തോത്രം. ദൈവമക്കൾ, എന്റെ വാക്കിലൂടെ നിർത്തട്ടെ. ഇന്ന് പഠിച്ച ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം ഡിസൈൻ ചെയ്യുക, വിവേചിച്ചറിയുക. രണ്ടാമത്തെ കാര്യം സെപ്പറേറ്റ് ചെയ്യുക, വേർപ്പെടേണ്ടിടത്തുനിന്ന് വേർപ്പെടുക. സ്തോത്രം. മൂന്നാമത്തെ കാര്യം ദൈവത്തിന് സമർപ്പിക്കുക. തിരിച്ചറിയുക മാത്രം പോരാ, വേർപ്പെടുക മാത്രം പോരാ, യേശുവിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുക. ദൈവവചനം കേട്ടിട്ട്
മറ്റൊരു ശബ്ദത്തിന് സ്ഥാനം കൊടുക്കാതെ, എല്ലാ ആത്മീയ കാര്യങ്ങളും ദൈവത്തിൽ നിന്നാന്ന് പറഞ്ഞ് സ്വീകരിക്കാതെ, വചനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പരിശോധിച്ച് തിരിച്ചറിയേണ്ടതിന് തിരിച്ചറിഞ്ഞ് യേശുവിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതം ഒരു ശത്രുവും തകർക്കാൻ കഴിയാത്ത ശക്തമേറിയ ഒരു മുന്നേറ്റം പരിശുദ്ധാത്മാവ് ഈ ദിവസം നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളോട് നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.